വിജയൊക്കെ ആരാണ് എഴുതി തള്ളിയത്? എന്റെ പൊന്നു വിഷ്ണു, ഇന്നത്തെ ദിവസം നിങ്ങൾ തർക്കിക്കാൻ പാടില്ല. അതാണ് എന്താണ് എനിക്ക് മനസ്സിലാവില്ല എന്താണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആദ്യ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിങ്ങൾക്ക് ടി വി കെയുടെ പവർ എന്താണെന്ന് മനസ്സിലായില്ല, അതുകൊണ്ട് നിങ്ങൾ അപ്പുറത്ത് നിന്നു. ടി വി കെ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇപ്പുറത്തേക്ക് ചാടാൻ തീരുമാനിച്ചത് എന്ന് പറയായിരുന്നു. അത് ന്യായമായിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ശരി. ശ്രീ ജോസഫ് വിജയ് അദ്ദേഹത്തിന്റെ സ്വന്തം ിൽ ഈ പറയുന്ന പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതിന്റെ ഹൈക്കമാൻഡിനും സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയ ലെറ്ററിന്റെ പുറത്താണ് അദ്ദേഹം ആവശ്യപ്പെട്ട പിന്തുണ അഭ്യർത്ഥിച്ചതിന്റെ പുറത്താണ് ഞങ്ങൾ പിന്തുണച്ചത് എന്ന് ടി വി കെയുടെ പ്രതിനിധി മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറകെ നടന്നിട്ടില്ല. അതൊന്നും മനസ്സിലാക്കിയാൽ നന്നാവും. അദ്ദേഹത്തോട് ഇതൊന്നും പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. അതായത് ടി വിക്ക് ആവശ്യപ്പെട്ട ശേഷമാണ് നമ്മൾ പിന്തുണ കൊടുക്കുന്നത്. എന്തുകൊണ്ട് ആ പിന്തുണ കൊടുക്കലിൽ ചില ഐഡിയോളജിക്കൽ പൊളിറ്റിക്സിന്റെ ബേസ് ഉണ്ട്. ഒന്ന്, അവിടെ ഈ അങ്ങ് എനിക്ക് ഇദ്ദേഹത്തോട് ഈ നമ്മുടെ ടി വി കെ പ്രതിനിധി വിഷ്ണു വിഷ്ണുവിനോട് തന്നെയാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. സംഘ് പരിവാറിന് കടന്നു വരാനുള്ള അവസാനത്തെ ഈ പറയുന്ന ഓട്ടോ പോലും അടയ്ക്കുക എന്ന് പറയില്ലേ, അത് ക്ലോസ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അത് അവിടെ തമിഴ്നാട്ടിൽ മറ്റേത് പാർട്ടിയെക്കാട്ടിലും ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസ് ആ പിന്തുണ നൽകുന്നില്ലായിരുന്നുവെങ്കിൽ, കാര്യം കോൺഗ്രസിനാണല്ലോ ഈ ഇപ്പോൾ ഉള്ള സഖ്യത്തിൽ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത്. വളരെ ചെറിയ നമ്പറാണ് രണ്ടാമത്തെ കക്ഷി എന്നൊന്നും പറഞ്ഞ് ഞാൻ അഭിരമപ്പെടുന്നൊന്നുമില്ല. പക്ഷെ അത് വളരെ ചെറിയ നമ്പർ ആണെങ്കിലും ഏറ്റവും ആദ്യം ആ പിന്തുണ നൽകിയില്ലായിരുന്നെങ്കിൽ അവിടെ ADMK ത്രൂ സംഘ് അവിടേക്ക് കടന്നു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കേരളത്തിന്റെ ഗവർണർ, ഇപ്പോൾ തമിഴ്നാടിന്റെ കൂടെ ചുമതല വഹിക്കുന്ന ആൾ ആർലേക്കർ, അദ്ദേഹം ആദ്യം കുഴപ്പമില്ല ഈ നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയെ വിളിക്കുക എന്നുള്ളതാണ് നിയമം എന്നിരിക്കെ അത് തന്നെയാണ് എന്ന് പലകുറി സുപ്രീം കോടതി വിവിധ ജഡ്ജ്മെന്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിട്ട് പോലും ആദ്യം അദ്ദേഹം ഓക്കെ പറയുകയും പിന്നീട് പറ്റില്ല, ഈ മാജിക് നമ്പറിലേക്ക് എത്തിയിട്ട് വാ എന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നത് ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അതിന്റെ താല്പര്യം എന്താണെന്നും ഒക്കെ നിഷാദിന് മനസ്സിലാവും, ഒരുപക്ഷെ വിഷ്ണുവിന് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അവിടെ വളഞ്ഞു മൂക്കെ പിടിക്കുക, ഏത് AIADMK ത്രൂ സംഘ് പരിവാറിന് അവിടെ കടന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ആർലേക്കറിന്റെ പിന്നിൽ പ്രവർത്തിച്ച RSSും കാണിച്ചത്. അപ്പോ ആ സമയത്ത് സമയോചിതമായി ഇടപെടുക, വൈബ്രന്റായി ഇടപെടുക, വളരെ തക്ഷണം ഇടപെടുക എന്നുള്ളത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ. ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് ചെയ്യുക എന്നുള്ളത് ആ സമയത്ത് ഞങ്ങളോട് പിന്തുണ ആവശ്യപ്പെട്ടിരിക്കുന്ന വിജയുണ്ട്. വിജയം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സംഘ് പരിവാർ ഒരു സമയോചിത ഇടപെടലായിട്ട് വ്യാഖ്യാനിക്കുകയാണ്.